കേരള എം ഡി അജിത് കുമാറാണ് ഇപ്പോൾ റെയിൽവേ നിർമ്മാണ വിഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് ചീഫ് ഓഫീസറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അദ്ദേഹം സൗത്ത് റെയിൽവേയിലുള്ള ചീഫ് ഓഫീസറുടെ ഓഫീസിലേക്ക് അല്പസമയം മുമ്പ് എത്തുകയും ചെയ്തു. നമ്മൾ പോസിറ്റീവായ രീതിയിൽ ഒരു ചർച്ചയാണോ കേരളയിൽ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെ ഈ DPRലെ അടിമുടി മാറ്റത്തെയൊക്കെ കാണുന്നു എന്ന ചോദ്യം കേരള എം ഡി അജിത് കുമാറിനോട് ചോദിച്ചിരുന്നു. അദ്ദേഹം ഇതൊരു ഔദ്യോഗികമായ കൂടിക്കാഴ്ചയാണ്, ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന മറുപടി നൽകിയാണ് കൂടിക്കാഴ്ചയ്ക്ക് കയറിയിരിക്കുന്നത്. എന്തായാലും അടിമുടി മാറ്റം നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ DPRലടക്കം ഒരു അടിമുടി മാറ്റം റെയിൽവേ മുന്നോട്ട് വെക്കുമ്പോൾ കേരളയിൽ അതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് ഇന്നത്തെ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മാറ്റങ്ങൾ അംഗീകരിക്കാൻ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ കേരള എം ഡിയും സർക്കാരും തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരു പച്ചക്കൊടി കണ്ട് അത് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ അപ്പോഴും ഉയർന്ന ചോദ്യം, സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത മുന്നോട്ട് വെച്ച കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി എന്ന് പറയുന്നതിന്റെ DPRൽ അടിമുടി മാറ്റം വരുമ്പോൾ അതെങ്ങനെ അത് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകും എന്നതൊക്കെ വലിയ ചോദ്യങ്ങളായി മുന്നോട്ട് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ വേഗത തന്നെയാണ്. 200 കിലോമീറ്റർ വേഗത എന്നതാണ് സിൽവർ ലൈൻ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ കഴിയുന്ന സംസ്ഥാന സർക്കാരിന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക പാത, ഒരു അതിവേഗ പാത എന്നതാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ റെയിൽവേ മുന്നോട്ട് വെക്കുന്നത് വന്ദേ ഭാരത് അടക്കമുള്ള ഗുഡ്സ് ട്രെയിനുകൾ അടക്കം ഓടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു 160 കിലോമീറ്റർ ഒക്കെ വേഗതയിൽ പോകുന്ന ഒരു പാതയാണ്. അപ്പോൾ അത് അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകും എന്നതാണ് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. ഒപ്പം തന്നെ ചർച്ച നടത്തുന്നത് ഇത് 3ാം തവണയാണ്. എന്താണ് നയപരമായ തീരുമാനം എന്ന കാര്യത്തിൽ ഒരു കൃത്യത വരുത്തുക, അതിനുശേഷം DPR പരിഷ്കരണത്തിലേക്ക് കടക്കുക എന്നുള്ളതാണോ കേരളത്തിന്റെ നിലപാട്? അതെ, ഇതിൽ ഇപ്പോഴും അതായത് റെയിൽവേ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില മാറ്റങ്ങളുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്ന DPRൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ആ DPRൽ എന്തെങ്കിലും തരത്തിലൊരു വ്യക്തത കേരളത്തിന് വരുത്താനുണ്ടെങ്കിൽ, ഒരു വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതായത് റെയിൽവേ മുന്നോട്ട് വെച്ചിട്ടുള്ള മാറ്റങ്ങൾ കേരളയിൽ എങ്ങനെ നോക്കിക്കാണുന്നു, അത് ഏതൊക്കെ മാറ്റങ്ങളാണ്, അത് എങ്ങനെയൊക്കെയാണ് എന്നത് സംബന്ധിച്ച് കേരളയിൽ ഒരു വ്യക്തത വരുത്തുക എന്നത് തന്നെയാണ് ഇന്നത്തെ മീറ്റിംഗിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതിനായാണ് കേരള എം ഡി അജിത് കുമാർ ഇവിടെ എത്തുകയും റെയിൽവേയുടെ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേ മുന്നോട്ട് വെച്ച മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയാണെങ്കിൽ പേരിനൊരു പദ്ധതി എന്നത് മാത്രമായി ഇത് മാറും. അപ്പോൾ സിൽവർ ലൈൻ പദ്ധതി എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതി തികച്ചും മാറ്റം വരുത്തിക്കൊണ്ടുള്ള പുതിയൊരു പദ്ധതിയായി മാറും. അത് കേരളയിൽ അംഗീകരിക്കുമോ എന്ന് തന്നെയാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ നൽകുന്നത് ഇപ്പോൾ നമുക്ക് കേരളയിലും ദക്ഷിണ റെയിൽവേ ചർച്ച നടക്കാൻ പോവുകയാണ്. മുന്നോടിയായിട്ട് അജിത് കുമാർ നമ്മളോട് പ്രതികരിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ എന്ന് കേൾക്കാം. ഒരു പോസിറ്റീവായൊരു ചർച്ചയെ കാണുന്നുണ്ട്. I don't want to react to media. മീഡിയയുടെ അടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. DPR ഒക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നതൊക്കെ? മീഡിയയുടെ അടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞോളൂ. മതി. പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം കാണും. മീഡിയയുടെ അടുത്ത് റിയാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു പ്യുവർ ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്, അതുകൊണ്ട് ഇവിടെ വരേണ്ട കാര്യമില്ല. ഓക്കെ, താങ്ക് യു. കൂടുതലൊന്നും പറയാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കേരളയിൽ വലിയ ചർച്ച നടക്കുമ്പോൾ നമ്മൾ അരമണിക്കൂർ കേരളയിലുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ അടക്കം പ്രതീക്ഷകൾ പങ്കുവച്ചു. എങ്ങനെയാണ് ഇത് ഈ പദ്ധതി കേരളത്തിൻ്റെ വികസന അല്ലെങ്കിൽ ഗതാഗത രംഗത്ത് വലിയ വികസന കുതിപ്പുണ്ടാക്കുക എന്നൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞത് ഒരു 1.5-2 വർഷം മുൻപാണ്. പിന്നെ അവിടുന്ന് പെട്ടെന്ന് ട്വിസ്റ്റുകൾ സംഭവിക്കുകയായിരുന്നു, വലിയ വിവാദങ്ങളിലേക്ക് പോയി. റിയ തുടരുന്നുണ്ട്. റിയ, എന്തായാലും അദ്ദേഹം കൂടുതലൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. അതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. അതിനുശേഷം ഒരുപക്ഷെ പ്രതീക്ഷ പങ്കുവയ്ക്കുമെന്ന് കരുതാം. പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണോ പ്രതികരിക്കാത്തതെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു ഔദ്യോഗിക സ്വഭാവം കണക്കിലെടുത്താകുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലെ, ഈ ഗേജുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ പ്രതിഷേധക്കാരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അത് തന്നെയായിരുന്നു. അതിലൊരു വ്യത്യാസത്തിന് കേരളയിൽ തയ്യാറാകുമോ? അതിനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റാൻഡേർഡ് ഗേജ് എന്നതാണ് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആദ്യം മുതൽ തന്നെ മുന്നോട്ട് വെച്ചത്. അത് അവരുടെ DPRലടക്കം വ്യക്തമാക്കിയതാണ്. പക്ഷേ റെയിൽവേ തികച്ചും വ്യത്യസ്തമായി തന്നെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നു. അതായത് ഇതിൽ സ്റ്റാൻഡേർഡ് ഗേജ് വേണ്ട, അതായത് ബ്രോഡ് ഗേജ് മതി എന്നൊരു നിലപാടാണ് റെയിൽവേ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന് വന്ന സിൽവർ ലൈൻ കേരളയിൽ വിരുദ്ധ സമരസമിതി അടക്കം മുന്നോട്ട് വെച്ചത് ബ്രോഡ് ഗേജ് മതി, സംസ്ഥാനത്ത് സ്റ്റാൻഡേർഡ് ഗേജ് വേണ്ട എന്നുള്ളതാണ്. കോൺഗ്രസിന്റെയും നിലപാട്
നിലപാട് ആദ്യഘട്ടം മുതൽ തന്നെ അതായിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ മാറാൻ തയ്യാറാകുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും, അതായത് നിർദ്ദിഷ്ട 3-4 ലൈനുകൾ ഇപ്പോൾ സർവേ അടക്കം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി റെയിൽവേ കൊണ്ടുവരാനിരിക്കെ സംസ്ഥാന സർക്കാർ കയ്യിൽ നിന്ന് പണം മുടക്കി ഈ സിൽവർ ലൈനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി അതേ രീതിയിലുള്ള ഒരു പദ്ധതി നടപ്പാക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അവിടെ മറ്റൊരു വശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ എങ്ങനെയാണ് ഈ DPRലെ മാറ്റങ്ങളെ കേരളയിൽ കാണുന്നത്? അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാരും റെയിൽവേയും തയ്യാറായാൽ മാത്രമേ ഇതിൽ ഒരു അടുത്ത ഘട്ട ചർച്ചയിലേക്ക് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ഇന്നലത്തെ ചില പ്രതികരണങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ കേരളയുടെ ഔദ്യോഗിക MD എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ നമുക്കറിയില്ല. എങ്കിൽ പോലും വന്ദേ ഭാരതിനോ അല്ലെങ്കിൽ റെയിൽവേക്ക് കൂടുതൽ ലൈനുകൾ വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ് കേരളയിൽ. റെയിൽവേയുമായി ഒരു തരത്തിലും കൂട്ടിക്കുഴയ്ക്കേണ്ടതല്ല എന്നാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എടുക്കുന്ന നിലപാട്. അതുകൊണ്ട് ഇന്നത്തെ ഈ യോഗത്തിൽ നമ്മൾ ശരി, റെയിൽവേ പറയുന്ന കാര്യങ്ങൾ കൂടി പരിഗണിച്ച് ഞങ്ങളൊരു പരിഷ്കരണം സാധ്യമാക്കാമെന്ന് പറയുമോ? ഒരു സാധ്യത തീരെ ഇല്ലതാനും. അതെ, സംസ്ഥാന സർക്കാർ മുന്നിൽ കണ്ടത് സിൽവർ ലൈൻ എന്ന് പറഞ്ഞ പദ്ധതി വഴി അതിവേഗത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുക, ഒരു തികച്ചും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാത, അത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചത്. അവിടെ സിൽവർ ലൈൻ മാത്രം ഓടിക്കുക, അത് കുറഞ്ഞ ഇടവേളകളിൽ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കുക എന്നതായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നത്. അതാണ് മന്ത്രിമാരടക്കം അക്കാലത്ത് ഏറ്റവും ചർച്ച ചെയ്തതും ഇടയായതും ഒക്കെയായിട്ടുള്ള ചില വാചകങ്ങളുണ്ടല്ലോ. ഇവിടെ നിന്ന് പോയി അവിടേക്ക് ഉച്ചയാകുമ്പോഴേക്കും എത്താം, അപ്പം ചൂടോടെ തിന്നാമെന്നൊക്കെയുള്ള ആ വാദങ്ങളും ആ പ്രതികരണങ്ങളും ഒക്കെ ആ വേഗതയെ കണക്കിലാക്കിക്കൊണ്ട് ആ കുറഞ്ഞ സമയത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഈ വന്ദേ ഭാരതും ഗുഡ്സ് ട്രെയിനും ഒക്കെ ഓടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയായി അതിനെ മാറ്റണം, അതിന് സ്റ്റാൻഡേർഡ് ഗേജ് വേണ്ട എന്നതടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേ മുന്നോട്ട് വെക്കുമ്പോൾ കേരളയിൽ എങ്ങനെ അത് അംഗീകരിക്കും? ഒപ്പം തന്നെ ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്ന അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് തയ്യാറായാൽ പോലും ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ കേരളയിൽ വിരുദ്ധ സമിതിയൊക്കെ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തിന് സംസ്ഥാന സർക്കാർ കയ്യിൽ നിന്ന് പണം മുടക്കി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണം? അത് റെയിൽവേ തന്നെ സർവേ നടത്തി മനസ്സിൽ കരുതുന്ന ഒരു പദ്ധതിയായിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന അടുത്ത ചോദ്യം. അപ്പോൾ എന്താണ് ഇവിടെ സാധ്യമാവുക? DPRൽ ഒരു മാറ്റം അതുണ്ടാകുമോ? വിട്ടുവീഴ്ചകൾക്ക് കേരളം തയ്യാറാകുമോ എന്നതൊക്കെയാണ് ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ, ഇവിടുത്തെ ഇടത് എംപിമാർ അടക്കം പറയുന്നത് ഈ പദ്ധതി കേരളത്തിന് ആവശ്യമാണ്, അതിവേഗത്തിലുള്ള യാത്ര ആവശ്യമാണ്, തികച്ചും വ്യത്യസ്തമായി സിൽവർ ലൈൻ കേരളയിൽ മാത്രം ഓടിച്ചുകൊണ്ടുള്ള ഒരു ലൈൻ അത് കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമാണെന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ BJP ജനപ്രതിനിധികൾ കേരളത്തിലെ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോഴും ഇപ്പോഴും റെയിൽവേ ഒരു ചർച്ചയ്ക്ക് കൂടി വിളിക്കുന്നുണ്ടെങ്കിൽ ആ പദ്ധതി അവസാനിച്ചിട്ടില്ല എന്നൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന വാദമാണ് സംസ്ഥാന സർക്കാർ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ ഗേജുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ ഈ കരാറും നിലനിൽക്കുന്നത്. അത് ബ്രോഡ് ഗേജ് ആവുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതായത് വിഭാവനം ചെയ്ത ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധനസഹായമൊക്കെ മറ്റ് കമ്പനികളിൽ നിന്ന് പുറത്തുനിന്ന് ലഭ്യമാവുക എന്ന് പറയുന്നത് അതെ പിന്നീട് നടപ്പിലാകുമോ? അതെ, അതൊക്കെ തന്നെയാണ് ഈ കാര്യത്തിൽ വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയിലെ DPRുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ വന്നപ്പോൾ ഇത് നടപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അത് എളുപ്പമല്ല, പദ്ധതിയുടെ DPRലെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രായോഗികമാകും? സംസ്ഥാന സർക്കാരും കേരളയിൽ മുന്നോട്ട് വെക്കുന്ന DPR അതിന് റെയിൽവേയുടെ അംഗീകാരം വലിയ പ്രതിസന്ധിയായിരുന്നു ആദ്യഘട്ടത്തിൽ. ഇപ്പോഴും അംഗീകാരം ലഭിച്ചിട്ടില്ല, ഒരു ചർച്ചയ്ക്ക് മാത്രമാണ് റെയിൽവേ തയ്യാറായിരിക്കുന്നത്. മറ്റൊന്ന്, ഇതിന് വലിയ എതിർപ്പായി സമരസമിതി അടക്കം മുന്നോട്ട് വരുന്നു. ഇതിന് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കും അടക്കമുള്ള ചിലവടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രതിഷേധമായി മുന്നോട്ട് വെക്കുന്നു.